നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെക്കേഷനൊക്കെ അടിപൊളിയാക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഹോബീസാണ്. എന്തായാലും ഇത് യൂസ്ഫുൾ ആവും. ഞാൻ കുറേ എണ്ണം പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക. അതുപോലെ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ. ഞാൻ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് വൺ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ക്രോഷറ്റ് ആണ്. എനിക്കും ഇത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ ക്രോഷറ്റ് വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് ഒന്നും ശരിയായി വരില്ലായിരിക്കും, പക്ഷെ പിന്നെ ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, ക്രോഷറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ ഇതാ ബ്രേസ്ലെറ്റ് മേക്കിംഗ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് ഒക്കെ വലിയ പൈസയൊന്നും ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നെയിം വെച്ചും ചെയ്യാം. ഇത് ഇപ്പോൾ പറഞ്ഞ രണ്ടും ഒരു ബിസിനസ് ട്രിക്ക് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ട്രൈ ആക്കി നോക്കാം. നെക്സ്റ്റ് വേഴ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഏതാണോ അത് വെച്ച് വീഡിയോസ് ചെയ്യാം. ആൻഡ് ഓൾസോ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏണും ചെയ്യാം. അടുത്തത് ട്രിപ്സ് ആണ് കേട്ടോ. ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ഒക്കെ കൂടെ പോവാം. ഭയങ്കര ലോങ് ആക്കൊന്നും വേണ്ട, പറ്റുന്ന പോലെ ചെയ്താൽ മതി. 1 ഡേ ട്രിപ്പോ 2 ഡേ ട്രിപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് വേഴ്സ് സ്റ്റോറി, പോയം, ഡയറി ഇതൊക്കെ റൈറ്റിംഗ് ആണ്. എനിക്ക് പണ്ടത്തെ ഭയങ്കര വലിയ ഹോബി ആയിരുന്നു ഈ ഒരു സ്റ്റോറി റൈറ്റിങ്ങും പോയം റൈറ്റിങ്ങും ഒക്കെ. ഇപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ആക്കി നോക്കുക. ഇപ്പോൾ ഏകദേശം 3-4 എണ്ണം നമ്മൾ പറഞ്ഞു. അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം മേക്ക് ഓവർ ആണ്. നിങ്ങളുടെ റൂം തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ ഫർണിച്ചേഴ്സിൻ്റെ പ്ലേസ് ഒക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും ഒരേ ടൈപ്പ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറായിട്ട് തോന്നും. അടുത്തത് ഡെസ്ക് മേക്ക് ഓവർ ആണ്. ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ബഡ്ജറ്റ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാം. ക്രാഫ്റ്റ് ഐറ്റംസ് മതി. നിങ്ങളുടെ സ്റ്റഡി ടേബിളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ ഡെസ്കോ ചെയ്യാം. നെക്സ്റ്റ് പണിനെ പറ്റി ഇതാ ഈ പിക്ചറിൽ തന്നെ പറയുന്നുണ്ട്, ക്ലീൻ ഹൗസ് ക്ലിയർ മൈൻഡ്. അപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫുള്ളൊന്ന് ക്ലീനായി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മൈൻഡിലൊരു ഹാപ്പിനെസ് വരും. അടുത്തതായിട്ടുള്ളതാണ് പ്ലേയിങ്. ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും കൂടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. എല്ലാ ടൈമിലും വേണ്ട, പറ്റുന്ന ടൈമിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് പോയി പ്ലേയും ചെയ്താൽ മതി. എല്ലാ ടൈമിലും ചെയ്യുമ്പോൾ അത് ബോറിംഗ് ആയിരിക്കും. നെക്സ്റ്റ് വാസ് എ ബെസ്റ്റ് ഓപ്ഷൻ, ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. താല്പര്യമില്ലാത്തവർക്ക് അത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ താല്പര്യമുള്ളവർക്ക് നല്ലതാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ട്രൈ ആക്കുക. അടുത്തത് പെയിൻറ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. പെൻസിൽ ഡ്രോയിങ്, ഡൂഡിൽ ആർട്ട്, പിക്സൽ ആർട്ട് അതൊക്കെ ട്രൈ ആക്കി നോക്കാം. അല്ലെങ്കിൽ സീനറി ഡ്രോയിങ്സ് ചെയ്ത് നോക്കാം. കാണുന്നതൊക്കെ നമുക്ക് വരച്ച് നോക്കാം. നെക്സ്റ്റ് ഇതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ജേർണലിംഗ് ആണ്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർക്കാണെങ്കിൽ ചെയ്യാം. സപ്ലൈസ് ഒന്നും ഇല്ലെങ്കിൽ സപ്ലൈസ് ഇല്ലാതെ നമുക്ക് ജേർണൽ ചെയ്യാം. ഹാൻഡ് മെയ്ഡായിട്ട് സപ്ലൈസ് ഉണ്ടാക്കിയും ചെയ്യാം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ഓൾറെഡി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വീഡിയോ ഗെയിംസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ബോർഡ് ഗെയിംസ്, ഈ ചെസ്സ്, ലൂഡോ ഇതൊക്കെ നമുക്ക് കളിച്ച് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫേവറേറ്റ് ആയിട്ടുള്ളത് കളിക്കാം. എനിക്ക് ഫേവറേറ്റ് ലൂഡോ ആണ്. ബോർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ മേക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അടുത്തത് പെറ്റ്സിനെ പറ്റിയിട്ടാണ്. ഇതിനു വേണ്ടി പ്രത്യേകം പെറ്റ്സിനെ വാങ്ങിക്കണം എന്നൊന്നുമില്ല. പറ്റുന്നവരാണെങ്കിൽ ഒരു പെറ്റ്സിനെ വളർത്തുന്ന നല്ല ഹോബിയാണ്. ക്യാറ്റ് ആവാം, ഡോഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം. ഇത് നല്ലൊരു ടൈം പാസിനുള്ള ഓപ്ഷനാണ് കേട്ടോ. ആൻഡ് ഓൾസോ നമുക്ക് ഇവർ നല്ല സ്പെഷ്യൽ ഹാപ്പിനെസ് തരും. അടുത്തത് നിങ്ങളുടെ കയ്യിലുള്ള കോട്ടൺസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ച് ഇതുപോലത്തെ സ്ക്വിഷ് മെല്ലോസ് ഉണ്ടാക്കാം. നമ്മുടെ നല്ല ഡോൾസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ശരിയായി വരും. അങ്ങനത്തെ ഡോൾസൊക്കെ ക്യൂട്ടായിട്ട് ഇൻസ്പോസ് ഒക്കെ നോക്കി ചെയ്ത് നിങ്ങളുടെ റൂമിലൊക്കെ വെക്കാം. പിന്നെയുള്ളതാണ് ഗാർഡനിങ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. കിട്ടുന്ന പ്ലാന്റ്സും അതുപോലെ ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഓൾസോ നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കും. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസും നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. അടുത്തത് എംബ്രോയ്ഡറി ആണ്. ഇത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊക്കെ ബിസിനസ്സിനും പറ്റിയതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വേഴ്സ് എഡിറ്റിംഗ്. പലരുടെയും ഒരു ഹോബിയാണ് ഇത്. അതായത് ന്യൂ ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടുതൽ എഡിറ്റിങ്സ് ഒക്കെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചാനലൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഡിറ്റിങ്ങിനെ പറ്റി ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ബെസ്റ്റ് ഓപ്ഷനാണ്. അടുത്തത് പ്രീവിയസ് ഇയറിലേക്കുള്ള സ്റ്റഡിയാണ്. അതായത് ഇപ്പം ചുമ്മാ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് നേരത്തെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, റിവിഷനൊക്കെ ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ഹോബീസിൻ്റെ കൂടെ ഇതുകൂടെ കൊണ്ടുപോകാം. പിന്നെ നെക്സ്റ്റ് വേഴ്സ് പോട്ടറി. ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തന്നെ സോയിൽ ക്ലേയോ അല്ലാത്ത ക്ലേ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ചെയ്യാം. പല ഷേപ്സിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേഴ്സ് കുക്കിംഗ്. നിങ്ങൾ പല ടൈപ്പ് റെസിപ്പീസൊക്കെ വെറൈറ്റി ആയിട്ട് നോക്കി ഉള്ളതൊക്കെ വെച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. കുക്കിങ്ങിനോട് താല്പര്യമുള്ളവരെ എന്തായാലും ട്രൈ ആക്കി നോക്കാം. നെക്സ്റ്റ് വേഴ്സ് മണി സേവിങ്.
ഈ 2 മാസം നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസും നോട്ട്സും എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ പർച്ചേസൊക്കെ ചെയ്യാൻ വേണ്ടത്. നെക്സ്റ്റ് വേഴ്സ് റീഡിങ് ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. ഇപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പലരുടെയും ഒരു ഹോബിയാണ് ഈ ഒരു റീഡിങ് ബുക്സ് എന്നുള്ളത്. നെക്സ്റ്റ് ഉള്ളതും ഒരു ബിസിനസ് കൈൻഡ് ഓഫ് ഐറ്റമാണ്. ജ്വല്ലറി മേക്കിംഗ് ആണ്. കുട്ടികൾ വരെ ഇപ്പം കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഐറ്റംസിനൊക്കെ വലിയ വിലയൊന്നുമില്ല, നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ക്ലേ മോൾഡിംഗ് ആണ്. കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെച്ചിങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. സമയം പോണതേ അറിയില്ല. വേണമെങ്കിൽ ഇതുപോലെ കീ ചെയിനും ക്ലേ വെച്ച് ചെയ്യാം. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ചെയിൻ മേക്കിംഗ് ആണ്. ഈ റിങ്ങിനൊന്നും വലിയ വിലയില്ല, അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടും. അതിൽ നമുക്ക് റെസിനായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടോ ഉള്ള കീ ചെയിൻ വർക്ക്സ് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു ബിസിനസ് ഓപ്ഷനാണ്. നെക്സ്റ്റ് വേഴ്സ് കളറിങ്. നമ്മൾ വരച്ചിട്ട് നമുക്ക് കളർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കളറിങ് ബുക്സ് ഒക്കെ കിട്ടും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടും. അപ്പോൾ അതുപോലത്തെ ബുക്സ് വാങ്ങിയിട്ടും കളറിങ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വേഴ്സ് ഇതുപോലത്തെ ക്യാമറ അല്ലെങ്കിൽ ഫോണിലോ നിങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സോ അല്ലെങ്കിൽ മെമ്മറീസോ ഒക്കെ ഇതുപോലെ വീഡിയോസ് ഫോട്ടോസ് ആയിട്ട് എടുക്കാം, ജസ്റ്റ് ഫോർ എ മെമ്മറി. അപ്പോൾ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ഒക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും സ്കിൻ കെയറും സെൽഫ് കെയറും ഒക്കെ ചെയ്യാം. ഒത്തിരി സപ്ലൈസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ട്. അടുത്തത് കിട്ടുന്ന ഐറ്റംസിലൊക്കെ പെയിൻറ് ചെയ്യുക, അതിനെ മേക്ക് ഓവർ കൊടുക്കുക. നന്നായിട്ട് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ അടി കിട്ടും. നെക്സ്റ്റ് വേഴ്സ് ബക്കറ്റ് മേക്കിംഗ്. ഫ്ലവേഴ്സ് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ വെച്ചോ ബൊക്കെയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതാണ് സ്റ്റാമ്പ് കളക്ഷൻ. ഡിഫറെൻറ്റ് സ്റ്റാമ്പ്സ് കയ്യിലുള്ളവരെല്ലാം ഇത് കളക്ട് ചെയ്ത് വെക്കുക. ഇതിനായിട്ട് പ്രത്യേകം നമുക്കൊരു പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ അതില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കുള്ള ബോക്സോ അങ്ങനെ എന്തെങ്കിലും പാക്കറ്റിൽ കളക്ട് ചെയ്ത് വെക്കാം. പിന്നെ കോയിൻ കളക്ഷൻ, നോട്ട് കളക്ഷൻ, ഇതൊക്കെ നല്ലൊരു ഹോബിയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന യൂണിക് ആയിട്ടുള്ള കോയിൻസ് ഒക്കെയാണ് കളക്ട് ചെയ്യേണ്ടത്. പണ്ട് കാലത്തെ കോയിൻസും നോട്ട്സും ഒക്കെ ഉണ്ടാവും, അതൊക്കെ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് വേഴ്സ് നിങ്ങൾക്ക് ഡ്രാമയോ സീരീസോ ഒക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂ ഡ്രാമാസൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇന്ന് കണ്ടു തീർക്കാം. അടുത്തത് ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് ഇഷ്ടമുള്ള ആൾക്കാർ അടുത്തുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ ചുമ്മാ ഒന്ന് പോയിട്ട് വരിക. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്തത് നമ്മുടെ മെമ്മറബിൾ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇതുപോലെ പോളറോയിഡ്സ് ആക്കാം, പ്രിൻറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിത് വേണേൽ ജേർണലിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, മെമ്മറിക്കൊക്കെ വേണ്ടി. അടുത്തത് ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ്, മെമ്മോ പാഡ്, വാഷി ടേപ്പ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ടീനേജേഴ്സിനും കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒക്കെ ചെയ്യണേ.